ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി പുഡിംഗ് ഉണ്ടാക്കിയാലോ. ഓറിയോ ബിസ്ക്കറ്റും വിപ്പിംഗ് ക്രീമും ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്. അപ്പോൾ നമുക്കിതിനായിട്ട് ഒരു പാക്കറ്റ് ഇതുപോലത്തെ ഓറിയോ ബിസ്ക്കറ്റ് വേണം. ഒരു 10-12 ഓറിയോ ബിസ്ക്കറ്റ് വരെയൊക്കെ നമുക്കിതിലേക്ക് എടുക്കാം കേട്ടോ. വൈറ്റ് ക്രീമിൻ്റെ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഫ്ലേവറിൻ്റെ ക്രീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി വേറൊരു ഫ്ലേവറായി പോവും. അപ്പോൾ നമുക്ക് വൈറ്റ് മതി. ഇത് നമുക്ക് ബിസ്ക്കറ്റിൻ്റെ പോർഷൻ ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സ്ചർ ജാറിലേക്കും അതേപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ക്രീം പോർഷൻ ഉണ്ടല്ലോ അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇടാം. ഇനി ഈ ബിസ്ക്കറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഒത്തിരി ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ഫൈൻ പൗഡറൊന്നും ആക്കൊന്നും വേണ്ട കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഈ മിക്സി ജാറിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് ബട്ടർ ചേർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിസ്ക്കറ്റിൻ്റെ പൊടി വേറൊരു പാത്രത്തിലേക്ക് വേറൊരു ബൗളിലേക്ക് ആക്കിയിട്ട് അതിൽ മിക്സ് ചെയ്തോളൂ ബട്ടർ ചേർത്തിട്ട്. കണ്ടോ, ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളെടുക്കാം. കുറച്ച് വിസ്താരമുള്ളൊരു ബൗളെടുക്കാം. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്രീം ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 250 ml വിപ്പിംഗ് ക്രീമാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് ഇത്രയും നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സാധാരണ നോർമൽ ബ്ലെൻഡർ അല്ലെങ്കിൽ വിസ്കർ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അന്നേരം നമുക്ക് കുറച്ച് സമയം എടുക്കും. ഇത് നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് കുറുകി വരാനായിട്ട് സമയമെടുക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബ്ലെൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ട് വരും. ബിസ്ക്കറ്റിൻ്റെ ക്രീമെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. മധുരമുള്ള സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്. കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടിയിട്ട് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യാം. നമ്മളിപ്പോൾ കേക്കിനൊക്കെ ബ്ലെൻഡ് ചെയ്യണ പോലെ വല്ലാണ്ട് ഇങ്ങനെ തിക്ക് കൺസിസ്റ്റൻസിയിലൊന്നും വേണ്ട. നമുക്ക് അത്രയ്ക്ക് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹാൻഡ് വിസ്ക് നോർമൽ വിസ്ക് വെച്ച് നമുക്ക് അങ്ങനെ ആക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി കട്ടിയാക്കണം എന്നില്ല. ഇതുപോലെ നമ്മൾ നോർമൽ ഐസ്ക്രീം കുറച്ചൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഏത് രൂപത്തിലാണ് ഇരിക്കുക ആ ഒരു രൂപത്തിലേക്ക് ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് രുചി നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബീറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ഫ്ലഫി ആവും. ഇതുപോലെ ബബിൾസൊക്കെ വരും, നല്ല സ്മൂത്തായിട്ട് വരും. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ പുഡിങ്ങിൻ്റെ കപ്പാണ് എടുത്തിട്ടുള്ളത്. പുഡിങ് കപ്പ് ഒന്നും വേണ്ട, നമുക്കൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ, ചില്ലിൻ്റെ ഗ്ലാസ്, അതെടുക്കാം നിങ്ങൾക്ക്. അല്ലെന്നുണ്ടെങ്കിൽ സെറാമിക്കിൻ്റെ കപ്പ് എടുക്കാം. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പരന്ന ഏതെങ്കിലും ട്രേ ഉണ്ടാവില്ലേ, പുഡിങ് ട്രേ ഒക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. എന്തായാലും മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏറ്റവും താഴെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൊടി ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കതിൻ്റെ മേലെ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റിൻ്റെ പൊടിയും കൂടി മേലെ വിതറിയിട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് ഫ്രീസറിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കവർ ചെയ്തിട്ട് വെക്കണം കേട്ടോ. എന്തെങ്കിലും ട്രേ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ടോ ഒക്കെ കവർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എടുത്ത് നോക്കാം. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 മണിക്കൂർ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 3 മണിക്കൂർ കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കട്ടിയിലാണ് വേണ്ടത് എന്നുള്ളതനുസരിച്ചിട്ട് നിങ്ങൾക്ക് 3, 3.5, 4 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെക്കാം. ഒത്തിരി എഫേർട്ടൊന്നും എടുക്കാണ്ട് നമുക്ക് പെട്ടെന്ന് കഴിയും. അങ്ങനെ ഒരുപാട് ചേരുവകളുമില്ല. എന്നാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക താഴെ. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് മാത്രമല്ല ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.